ഗുരുവായൂർ അമ്പലത്തിലാണ് നടന്നത്. അപ്പൊ അനിയന്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലെ ഗുരുവായൂർ അമ്പലത്തിലെ തിരക്ക് കണ്ടപ്പോൾ ശരിക്കും ഇത്ര ഭംഗിയായിട്ട് കല്യാണം നടത്താൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി തന്നെ ഗുരുവായൂർ നടക്കൽ ഒരു തരത്തിലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കല്യാണം നടന്നു. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ മോഹു പഠിക്കുകയായിരുന്നു, 10ല് പ്ലസ് ടുവിലായിരുന്നു. ഇന്ന് അവന്റെ കല്യാണം എത്ര പെട്ടെന്നാണോ പ്രശ്നങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് ഞങ്ങളിപ്പോ ആലോചിക്കുന്നത്. കല്യാണമാണ്. ഞങ്ങളെ പഠിച്ചു കൊടുക്കാൻ നല്ല മൂഡിലാണ്. ഞങ്ങളിപ്പോ 3 ദിവസമായിട്ട് നല്ല വൈബായിട്ടാണ് പരിപാടികളൊക്കെ നടക്കണേ. ഇപ്പോ വാനാന്റിയാണ് വധു. വാനാന്റി നല്ല ആന്റിയാണ്. ഞങ്ങളിപ്പോ അമ്മായി ബന്ധുള്ളതിന് കൂടുതൽ ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആണ്. നല്ല സന്തോഷം. ചേച്ചിനെ പറ്റി പറയുമ്പോ എല്ലാവരുടെയും പോലെ ചെറുപ്പത്തില് ഞങ്ങള് ഫുൾ അടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ ഫുൾ അടി, തല്ലുകൊടുത്തം. പിന്നെ വലുതായി വന്നപ്പോ ഭയങ്കര ക്ലോസ് ആയി. വാനമഴയെ പാതിമരമേ തേടുമരികാരെ ജാലമേ നീ ചാരമിഴിയെ കാരമൊഴിയെ കാതിലിനിയാരെ ഗാനമേ നീ ഏഴുനിറമേകും മാനം നാമിട തീർത്തൊരു മായാലോകം പൂനിലവ് കവരും തീരം നാം അറിയുന്നവിടെ മോതിര കയ്യിൽ കോരിടാം ചന്ദ്രനെ ഹൃദയം തിരികെ സാമഗമം പറന്നു പറന്നുയരെ നീലാഞ്ജനമായി തെളിയുന്നിരമെല്ലാം നീയാണേ സായാഹ്നമേറി ചിരിരാന്തരണിഞ്ഞൊരു സാഗരമേ താരപദമാകെ പ്രേമമഴയായി പായ്ത്തോണിയിൽ നാമും ഒന്നായി തേടിയെത്തി തീരമേ മോതിര കയ്യിൽ കോരിടാം ചന്ദ്രനെ ഹൃദയം തിരികെ സാമഗമം പറന്നു പറന്നുയരെ അപ്പൊ മോഹുന്റെയും വാണിയുടെയും കല്യാണം കഴിഞ്ഞ് നമ്മൾ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും റിസപ്ഷൻ ഒന്ന് കളറാക്കണ്ടേ? പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾ ഫുൾ സെറ്റ് ആയിക്കാണ്. അപ്പൊ മോഹുനും വാണിക്കും